ജോബ് സ്റ്റോഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSCയുടെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഞാൻ സ്ക്രീൻ ഷോട്ടുകൾ എടുത്തിട്ട് അത് PDF ആക്കി അതിൻ്റെ സ്ക്രീൻ റെക്കോർഡാണ് ചെയ്യുന്നത്. ഇതിൽ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും. ഇത് എഡിറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഈ സ്ക്രീൻ റെക്കോർഡ് എന്താണോ കൈൻ മാസ്റ്ററിൽ സപ്പോർട്ട് ചെയ്യണില്ല. അത് കാരണം ഇതിൽ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അതൊന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം നമുക്ക്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം SSCയിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതൊരു വീഡിയോ ഒരു ആദ്യത്തെ ഒരു തുടക്കമാണ് കാണിക്കുന്നത്. അതിനാദ്യമായിട്ട് നമുക്ക് ആധാർ ഉണ്ടോ ഇല്ല എന്നാണ് ചോദിക്കുന്നത്. ആധാർ എല്ലാവർക്കും ഉണ്ടാവും. അത് യെസ് കൊടുക്കുക, ആധാർ നമ്പർ കൊടുക്കുക, അത് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ആധാർ നമ്പർ തന്നെ അടിച്ചു കൊടുക്കുക. പിന്നെ വേറെ ഏതെങ്കിലും ഒരു ID പ്രൂഫ് കൊടുക്കുക, അതിൻ്റെ നമ്പർ കൊടുക്കുക. അതിലുള്ള നമ്മുടെ കറക്റ്റ് നെയിം അത് ആധാറിലും ഈ കൊടുക്കുന്ന ID പ്രൂഫിലും സെയിം ആയിരിക്കണം. അത് കൊടുക്കുക. എന്നിട്ട് അതേ പേര് തന്നെ അടിയിൽ വെരിഫൈ എന്നുള്ളിടത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പേര് എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക. എന്നിട്ട് ചേഞ്ച് ചെയ്ത് നോക്കുന്ന നെയിം എന്താണെന്ന് ചോദിക്കുന്നത്, അത് കൊടുക്കുക. പിന്നെ അച്ഛൻ്റെ പേര് വെരിഫൈ ചെയ്യുക. അമ്മയുടെ പേരും വെരിഫൈ ചെയ്യുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അത് നമ്മുടെ ID പ്രൂഫിലുള്ള സെയിം ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ ആ ഡേറ്റ് ഓഫ് ബർത്ത് വീണ്ടും അടിയിൽ കൊടുത്ത് വെരിഫൈ ചെയ്യുക. പിന്നെ ഇതിൽ 10th സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. അതിൽ ഏത് ബോർഡാണ്, CBSE ആണോ കേരള ബോർഡ് ഓഫ് ആ സംഭവമാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുക. പിന്നെ അത് തന്നെ വീണ്ടും അടിയിൽ കൊടുക്കുക. അതിൽ നമ്മുടെ റോൾ നമ്പർ കൊടുക്കുക. റോൾ നമ്പർ വീണ്ടും ഒരു വെരിഫൈ ചെയ്യാം. പിന്നെ ഇയർ ഓഫ് പാസിംഗ് എന്ന് പറയുന്നത് ഒരു ഏപ്രിൽ മെയ് മാസമായിരിക്കും. മാസം നോക്കണ്ട, അതിൻ്റെ അവിടെ റിസൾട്ട് വന്ന ഡേറ്റ് ഇയർ ആണ് ചോദിക്കുന്നത്. അത് കൊടുക്കുക. അതിന് ശേഷം മെയിലാണോ ഫീമെയിലാണോ ട്രാൻസ്ജെൻഡർ ആണോ അത് നിങ്ങളുടേതായി കൊടുക്കുക. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നമുക്ക് എവിടം വരെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ചിലർ 10 കഴിഞ്ഞവരായിരിക്കും. പിന്നെ +2 ഡിഗ്രി ചിലപ്പോൾ അതിന് മുകളിൽ പഠിച്ചവരുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ അനുസരിച്ച് കൊടുക്കുക. ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക. അതിലേക്ക് OTP വരുന്നതാണ്. ആ മൊബൈൽ നമ്പർ നമ്മൾ വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്ത് പിന്നെ വീണ്ടും ഇമെയിൽ ID കൊടുക്കുക. ഏതെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID കൊടുക്കുക. അത് മറന്നു പോകരുത്. അതേ മെയിൽ ID തന്നെ വീണ്ടും അടിയിൽ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സ് കൊടുത്ത് സേവ് ചെയ്യുക. പിന്നീട് വരുന്നത് നമ്മൾ കാറ്റഗറി ഏതാണെന്നാണ്. OBC, SC, ST, ജനറൽ, EWS. ഇത് നമ്മൾ കൊടുത്ത് വീണ്ടും മുന്നോട്ട് പോവുക. അത് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ മുകളിൽ കൊടുത്ത കാറ്റഗറി അതേ സംഭവം തന്നെ വീണ്ടും അടിയിൽ കൊടുക്കുക എന്നാണ് വെരിഫൈൻ്റെ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നാഷണാലിറ്റി, നമ്മൾ ഇന്ത്യൻ ആണോ അതോ നേപ്പാളി അങ്ങനെയുള്ള സംഭവങ്ങളാണോ എന്നാണ് ചോദിക്കുന്നത്. ഒരുവിധം എല്ലാവരും ഇന്ത്യൻ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ഇന്ത്യൻ തന്നെ കൊടുക്കുക. എല്ലാവരും ഇന്ത്യൻ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിലുള്ളവർ മാത്രമായിരിക്കില്ല എൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ ഇന്ത്യൻ തന്നെ കൊടുക്കുക. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. നമ്മുടെ 10th സർട്ടിഫിക്കറ്റിൽ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഉണ്ടാവും. അത് കൊടുത്താൽ മതി. അതിലേതെങ്കിലും ഒരെണ്ണം കൊടുത്താൽ മതി. പിന്നെ എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടിയിൽ കാണുന്ന ഈ ഇത് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ യെസ് കൊടുത്തിട്ട് ഇതിലേത് ടൈപ്പാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൊടുക്കുക. പിന്നീട് പറയുന്നത് ഡിസബിലിറ്റിയുടെ സർട്ടിഫിക്കറ്റ് നമ്പർ, പിന്നെ നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സ്. എങ്ങനെ കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അത് തന്നെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പെർമനൻ്റ് അഡ്രസ്സ് എന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. അല്ല എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ കൊടുത്തിട്ട് മാറ്റി കൊടുക്കുക. ഇതൊക്കെ കൊടുത്ത് നമ്മളത് സേവ് ചെയ്ത് നെക്സ്റ്റ് അടിക്കണം. നെക്സ്റ്റ് അടിച്ചിട്ട് ഇതൊക്കെ ശരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിവ്യൂസ് ഉണ്ട്, പ്രിവ്യൂസ് നോക്കുക. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എഡിറ്റ് ചെയ്യുക. ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ I agree എന്നുള്ളത് ടിക്ക് കൊടുത്ത് പിന്നെ ഡ്രാഫ്റ്റ് എടുത്ത് വയ്ക്കുക. എന്തെങ്കിലും പ്രിൻ്റ് എടുക്കണം എന്ന ആവശ്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രിൻ്റ് ചെയ്തെടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഫൈനൽ സബ്മിഷൻ കൊടുക്കുക.
ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മെയിലിലേക്ക് ഒരു ID നമ്പറും അതിൻ്റെ പാസ്വേഡും തന്നിട്ടുണ്ടാവും. അത് നമ്മുടെ ssc.nic.in എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് അവിടെ നമ്മൾ കൊടുക്കുക. രജിസ്റ്റർ ചെയ്ത രജിസ്റ്റർ നമ്പറും ആ മെയിലിൽ വന്നിട്ടുള്ള പാസ്വേഡ് അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ പാസ്വേഡ് വീണ്ടും വേറെ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാൻ പറ്റും. അത് കൊടുത്ത് വീണ്ടും ലോഗൗട്ട് ആവും. വീണ്ടും നമ്മൾ ID നമ്പറും പുതിയൊരു പാസ്വേഡ് നമ്മൾ ഉണ്ടാക്കിയതും ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യുക. അങ്ങനെ ലോഗിൻ ചെയ്ത് വരുമ്പോൾ പിന്നെ നമുക്ക് ആവശ്യം വരുന്നത് ഫോട്ടോ ആണ്. ഐഡൻറ്റിറ്റി കാർഡിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോസാണ് അത് ചോദിക്കുന്നത്. ഫോട്ടോ നമ്മൾ സ്കാൻ ചെയ്തായിരിക്കണം. സ്കാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണിലാണ് ചെയ്യുന്നത്. അത് കാരണം നമുക്ക് ഗൂഗിൾ ഡോക്യുമെൻറ്റ്സിൽ കയറിയിട്ട് അതിൻ്റെ സ്കാൻ വഴി സ്കാൻ ചെയ്താൽ മതി. ഒരു ഫോട്ടോ ഒരു വൈറ്റ് പേപ്പറിൽ വെച്ചിട്ട് സ്കാൻ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ആ ഫോട്ടോ ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറിയിട്ട് എഡിറ്റ് ചെയ്യുക. 20 KB 50 KB ഇടയിൽ വരുന്ന സൈസിൽ എഡിറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ ഇതിൽ ക്യാപ്പ് സംഭവങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നേച്ചറിനുള്ള ഡയമെൻഷൻസ് ഇതിൽ പറയുന്നുണ്ട്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഇത് മൊത്തം വായിച്ച് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ ആദ്യം തന്നെ ഈ ഫോട്ടോസും എല്ലാം നമ്മൾ എഡിറ്റ് ചെയ്ത് വെക്കണം. അതിന് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ഫോട്ടോ റിസൈസർ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് ചെയ്താൽ മതി. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ സൈസിൽ KB കണക്കാക്കി കിട്ടും. പിന്നെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ അഡ്ജസ്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെയുള്ള ഫോട്ടോസൊന്നും എടുക്കില്ല. അങ്ങനെയുള്ള ഫോട്ടോസൊന്നും ഇതിൽ സെലക്ട് ആക്കുന്നതല്ല. കറക്റ്റ് ഇതേപോലെയുള്ള ഒരു ഫോട്ടോ ആയിരിക്കണം. ഇതിൽ നമ്മൾ കൊടുത്തു നോക്കണ സൈസിലല്ലാണ്ട് അതിൽ കൂടിക്കഴിഞ്ഞാലോ കുറഞ്ഞു കഴിഞ്ഞാലോ ഇതിലെടുക്കുന്നതല്ല. അതുപോലെ തല തിരിഞ്ഞ് വരിക, സ്മോൾ ആവുക, കാണാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ ഗ്ലാസ്സുകൾ വയ്ക്കാൻ പാടില്ല, ഹാറ്റ് വയ്ക്കാൻ പാടില്ല. നമ്മളൊരു പാസ്പോർട്ടിന് എങ്ങനെയാണോ ഫോട്ടോ എടുക്കുക അതുപോലെയുള്ള ഒരു ഫോട്ടോ ആയിരിക്കണം. നമ്മൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് നമ്മൾ SSCയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യം തന്നെ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ തന്നെ അവിടെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ നൗ കൊടുക്കണം. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് വീഡിയോൻ്റെ ലെങ്ത്ത് നല്ലോണം കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വീഡിയോ നിർത്താം. ആപ്ലിക്കേഷൻ വീഡിയോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു തരാം.